പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിനെയും അനിയങ്ങനെ ഒരുമിച്ച് കാണുവാണ് ആദർശും നയനയും. അന്നേരം ആദർശ് വിവാഹത്തെപ്പറ്റി ഉപദേശിക്കാൻ ചെയ്യും. ഉപദേശമാണല്ലോ ഇവരുടെ മെയിൻ. അന്നേരം നന്ദു പറയുന്നുണ്ട്, വിവാഹം അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാധനമല്ല ആദർശേട്ട, അതിന് ആണും പെണ്ണും മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, പ്രിപ്പയർ ആവണം എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുവാണ്, രണ്ടുപേരൂടെ ചുറ്റാൻ പോയിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ആദർശ് ചോദിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം നയന നന്ദുവിൻ്റെ കരണം തീർത്ഥാടനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഇവർക്ക് പറയാനുള്ളത് മൊത്തം കേൾക്കുന്ന പരിപാടി പണ്ടേ നയനയ്ക്കില്ലല്ലോ, അത് തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു. പിന്നെ കനകയാണ് കാണിക്കുന്നത്. കനക ഗോവിന്ദനോട് പറയുവാണ്, പണ്ടേ അവൾക്ക് വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്ന്. അവർക്കും അറിയാം ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണ് എന്ന്. എന്നിട്ടാണ് എല്ലാവരുടെ അവരുടെ പ്രോബ്ലംസ് തീർത്ത് കിട്ടാൻ വേണ്ടി നന്ദുവിനെ നിർബന്ധിക്കുന്നത്. അതുപോലെ വീട്ടിൽ ചെല്ലുമ്പം ദേവയാനിയുടെ വക മറ്റൊരു ഉപദേശം. ദേവയാനി അനിയോട് പറയുവാണ്, മോനെ, നിങ്ങൾക്ക് ഈ ജന്മം നന്ദുവിനും അനിക്കും ഈ ജന്മം ഒന്നിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു. ഇനി ആ പയ്യൻ്റെ മുന്നിലൂടെ നീ അവളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ, അയാൾ വെറുതെ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.